ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർത്തോമൻ പൈതൃകം ഭാരത ക്രൈസ്തവ ഐക്യത്തിൻ്റെ മുഖമുദ്ര പരിശുദ്ധ കാതോലിക്ക ബാവ. മാർത്തോമൻ പൈതൃകം ഇന്ത്യയിലെ മുഴുവൻ ക്രൈസ്തവ വിഭാഗങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഘടകമാണെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ശ്ലീഹായാണ് ഭാരതത്തിൽ സഭ സ്ഥാപിച്ചത്. എന്നാൽ പിന്നീട് ഇന്ത്യയിലെ ക്രൈസ്തവർ പല വിശ്വാസ പ്രമാണങ്ങളിലേക്കും തിരിഞ്ഞു. അന്നും ഇന്നും ആ പൈതൃകത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് മലങ്കര സഭ മാത്രമാണ്. മാർത്തോമൻ പൈതൃകം അവകാശപ്പെടുന്നവർ ഒരുമിക്കണം. അത്തരമൊരു ദർശനം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും പരിശുദ്ധ ബാവ തിരുമേനി പറഞ്ഞു. 2024 ഫെബ്രുവരിയിൽ സംഘടിപ്പിച്ച മാർത്തോമൻ പൈതൃക സംഗമത്തിൻ്റെ സ്മരണയ്ക്കായി പ്രസിദ്ധീകരിച്ച മാർത്തോമൻ സ്മൃതി എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ ബാവ തിരുമേനി. വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ സ്മരണികയുടെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. സ്മരണിക കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, സഭാ വക്താവ് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് റീച്ച് കോറപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ റെജി മാത്യൂസ്, ഫാദർ ജിജി വർഗീസ്, ജേക്കബ് ഉമ്മൻ എന്നിവർ പ്രസംഗിച്ചു. അഖില മലങ്കര പ്രാർത്ഥനായോഗത്തിൻ്റെ 2025 വർഷത്തെ ഡയറിയുടെ പ്രകാശനകർമ്മം പ്രസിഡന്റ് അഭിവന്യ മാത്യൂസ് മാർ തെവദോസ്യൂസ് തിരുമേനി നിർവഹിച്ചു. മലങ്കര സഭാ കേസ് 2002 കണക്കെടുപ്പിനെ ഭയന്ന് ഒളിച്ചോടിയവർ ഇന്ന് വിധി നടത്തിപ്പ് വൈകിക്കാൻ കള്ളക്കണക്ക് കൂട്ടുന്നു. മലങ്കര സഭയിലെ വിശ്വാസികളുടെ കണക്കെടുപ്പിനെ ഓർത്തഡോക്സ് സഭ ഭയക്കുന്നുവെന്ന എതിർകക്ഷിയുടെ പ്രസ്താവനയ്ക്ക് 2002 തന്നെ കാലം മറുപടി നൽകിയിട്ടുണ്ടെന്ന് സഭയുടെ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. 2002 സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പൗരസ്ത്യ കാതോലിക്ക 1934 ഭരണഘടന പ്രകാരം പരുമലയിൽ മലങ്കര അസോസിയേഷൻ വിളിച്ചു ചേർത്തത്. കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് VS മളിമഠിനെ കോടതി നിരീക്ഷകനായും നിയോഗിച്ചു. ഉന്നതനായ ന്യായാധിപന്റെ സാന്നിധ്യത്തിൽ 2002 നടന്ന മലങ്കര അസോസിയേഷനിൽ 1934 ഭരണഘടനയനുസരിച്ച് പങ്കെടുക്കാമെന്ന് സമ്മതിച്ചവരാണ് ഇന്നത്തെ യാക്കോബായ വിഭാഗം. ഇതിലേക്കായി കോടതിയിൽ 50,000 രൂപയും കെട്ടിവെച്ചു. ശേഷം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് ഓടിയൊളിച്ചു. അന്ന് കണക്കെടുപ്പിനെ ഭയന്ന് പുത്തൻകുരിശിൽ ഒത്തുചേർന്നവർ ഇപ്പോൾ കണക്കിൻ്റെ പേരിൽ കാട്ടുന്ന വ്യഗ്രത പൊതുസമൂഹത്തിന് മനസ്സിലാകും. പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പള്ളികളിൽ വിശ്വാസികളുടെ അംഗസംഖ്യ സംബന്ധിച്ച് ഇരുവിഭാഗത്തിനും പരാതികൾ ഉള്ളപ്പോൾ നിഷ്പക്ഷമായ കണക്ക് പുറത്തുവരില്ല എന്നതാണ് വസ്തുത. ഒരു വിശ്വാസിയെപ്പോലും പള്ളികളിൽ നിന്ന് സഭ പുറത്താക്കിയിട്ടില്ല. അതിനാൽ തന്നെ ഇടവക ജനങ്ങൾ മുഴുവൻ മലങ്കര സഭാ മക്കളാണ്. ഒരു പള്ളിയും മലങ്കര സഭ കയ്യേറിയിട്ടില്ല. സുപ്രീം കോടതി വിധി പ്രകാരം സഭയുടെ ഭരണക്രമം പുനഃസ്ഥാപിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. യാഥാർത്ഥ്യം ഇതായിരിക്കെ വിധി നടത്തിപ്പ് വൈകിപ്പിക്കുവാൻ കണക്കുകൾ കൂട്ടിയും കുറച്ചും കളിക്കുന്ന ഈ നാടകവും ജനങ്ങൾ കാണുന്നുണ്ടെന്ന് മറക്കരുത്. വിശ്വാസികളുടെ അംഗസംഖ്യ എടുക്കാനെന്ന പേരിൽ ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും ഓടിക്കാൻ സർക്കാർ കാട്ടുന്ന ഉത്സാഹത്തിൻ്റെ പകുതി വിനിയോഗിച്ചാൽ ഉരുൾക്കവർന്ന വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ പുനരധിവാസം വേഗത്തിൽ നടപ്പാക്കാം. ഉത്സാഹിച്ചാൽ 2017 കോടതി വിധിയും നടപ്പാക്കാമെന്നും അഭിവന്യ തിരുമേനി പറഞ്ഞു. മധ്യ തിരുവിതാംകൂർ പുഷ്പമേള പ്രദർശനത്തിൽ നിറസാന്നിധ്യമായി മണ്ണിനെ സ്നേഹിക്കുന്ന മലങ്കരയുടെ വലിയ മെത്രാപ്പൊലീത്തായും സമശിഷ്ടങ്ങളെ ഒന്നായി ചേർത്ത് പരിപാലിക്കുന്ന സമഷ്ടിയുടെ ആചാര്യനും പ്രകൃതി സ്നേഹിയുമായ അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി. പ്രായത്തിൽ വലിയ മെത്രാപ്പൊലീത്തായെങ്കിലും പ്രകൃതിയെയും കൃഷിയെയും സ്നേഹിക്കുന്ന തിരുമേനിക്ക് പുഷ്പമേള സന്ദർശനം യൗവനത്തിൻ്റെ പ്രസരിപ്പേകി. കാർഷിക വിഭവങ്ങളും കണ്ണിന് കുളിർമയേകുന്ന പൂക്കളും ചെടികളും ബോട്ടണി അധ്യാപകൻ കൂടിയായ തിരുമേനിക്ക് മനസ്സിൽ ചേർത്ത് വയ്ക്കുവാൻ ഒരു പൂക്കാലം സമ്മാനിച്ചു. ഫാദർ സച്ചിൻ, വിക്ടർ ടി തോമസ് എന്നിവർ തിരുമേനിയെ അനുഗമിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശക്തിമംഗലം MDLP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന സ്കൂൾ സമുച്ചയത്തിൻ്റെ നിർമ്മാണ പുരോഗതി കോർപ്പറേറ്റ് ആൻഡ് MD സ്കൂൾ മാനേജർ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഓർത്തഡോക്സ് ക്രിസ്ത്യൻ നർച്ചർ പ്രോഗ്രാമിൻ്റെ 11ാമത് ബാച്ചിൻ്റെ ലെവൽ 1 ജനുവരി 17 സൂം വഴി
അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിമിത്രിയോസ് തിരുമേനി ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാരംഭ പ്രാർത്ഥനയോടെ രാത്രി 10 മണിക്ക് ക്ലാസ് ആരംഭിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ വന്യ ജോം തോമസ് അച്ഛൻ സന്നിഹിതരായവരെ സ്വാഗതം ചെയ്യുകയും ശ്രീ ജേക്കബ് വി വർഗീസിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഫാദർ ഡോക്ടർ ഫിലിപ്പ് കുരുവിള OCNന്റെ ദർശനത്തെക്കുറിച്ച് വിശദീകരിച്ചു. അതേസമയം വിദ്യാർത്ഥികൾ കോഴ്സിൽ നിന്നുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചു. അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിമിത്രിയോസ് മെത്രാപ്പോലീത്ത ഈ ക്ലാസുകളിൽ പങ്കെടുത്തവരെ പ്രോത്സാഹിപ്പിക്കുകയും ആശംസിക്കുകയും ചെയ്തു. പ്രതിവാര സെഷനുകൾ എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 10 മണിക്ക് തുടരും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാർത്തികപ്പള്ളി സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 106ാമത് വാർഷികവും വിരമിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യാപകർക്കുള്ള യാത്രയയപ്പും ജനുവരി മാസം 17-ാം തീയതി വെള്ളിയാഴ്ച സ്കൂൾ മാനേജർ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ശ്രീ G. സന്തോഷ് കുമാർ അധ്യക്ഷനായ യോഗത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും തുടർന്ന് പ്രതിഭകളായ കുട്ടികളെ ആദരിക്കുകയും ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ജീവകാരുണ്യ കേന്ദ്രമായി കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന മാർ ബസേലിയോസ് ഔഗേൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെയും സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൻ്റെയും ഡയറക്ടറായി നീണ്ട 16 വർഷക്കാലം സേവനമനുഷ്ഠിച്ച ഫാദർ ജോർജ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു. പ്രസ്തുത ഒഴിവിലേക്ക് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൻ്റെ ഡയറക്ടറായി ഫാദർ എൽദോ ഏലിയാസിനെ പരിശുദ്ധ കാതോലിക്ക ബാവ നിയമിച്ചു. മാവേലിക്കര സെൻറ് പോൾസ് മിഷൻ സെൻറ്ററിൽ പഠിച്ച് മിഷണറി പ്രവർത്തനം ആരംഭിച്ച് ഒറീസയിലെ കലഹണ്ടി മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാലഭവനത്തിൽ ദീർഘനാൾ സേവനം നൽകി. അങ്കമാലി ഭദ്രാസനത്തിൽ 18 വർഷത്തോളം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തു വരുന്നു. അങ്കമാലി ഭദ്രാസന മുൻ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവായുടെ 19ാം ഓർമ്മപ്പെരുന്നാളിന് ശാസ്താംകോട്ട മൗണ്ട് ഹോറേബ് മാർ ഏലിയ ചാപ്പലിൽ കൊല്ലം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസ്യോസ് തിരുമേനി കൊടിയേറ്റി. ചാപ്പൽ മാനേജർ ഫാദർ സാമുവേൽ ജോർജ്, ഫാദർ K. തോമസ് കുട്ടി, ഫാദർ ബേബി മാത്യൂസ്, ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്, ഫാദർ ഗിവർഗീസ് ബേബി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, ശാസ്താംകോട്ട കൗൺസിൽ അംഗം തുടങ്ങിയവർ പങ്കെടുത്തു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസിൻ്റെ 19ാം ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് ശാസ്താംകോട്ട MDM മിഷൻ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമനസുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ സാം T. ജോർജ്, ഫാദർ എബ്രഹാം വർഗീസ്, അനിൽ മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു വരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസനാധിപനും കോയമ്പത്തൂർ തടാകം ക്രിസ്തശിക്ഷ ആശ്രമത്തിൻ്റെ ആചാര്യയായും സെക്രട്ടറിയായും സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ആശ്രമത്തിൻ്റെയും ആശ്രമ അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കാരണഭൂതനുമായ പ്രതിബദ്ധതയുടെ പ്രവാചകൻ അഭിവന്യ പീലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനിയുടെ 16ാം ഓർമ്മപ്പെരുന്നാൾ അഭിവന്യ തിരുമേനി ഏറെ സ്നേഹിച്ചിരുന്ന കോയമ്പത്തൂർ ക്രിസ്തശിഷ്യ ആശ്രമത്തിൽ ഭക്തിയാദരപൂർവ്വം ആചരിച്ചു. ജനുവരി 20-ാം തീയതി വൈകിട്ട് കൽക്കട്ട ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ സന്ധ്യാപ്രാർത്ഥനയും 21-ാം തീയതി വിശുദ്ധ കുർബാനയും അനുസ്മരണ പ്രഭാഷണവും ധൂപപ്രാർത്ഥനയും നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസന ആസ്ഥാനമായ ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ അഭിവന്യ പിതാക്കന്മാരുടെ ഓർമ്മപ്പെരുന്നാളിന് കൊടിയേറി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭദ്രാസനാധിപൻ യൂഹാനോൻ മാർ പോളിക്കാർപ്പോസ് തിരുമേനി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. അങ്കമാലി ഭദ്രാസനത്തെ ശ്രേഷ്ഠമായി നയിച്ച അമ്പാട്ട് ഗിവർഗീസ് മാർ കൂറിലോസ്, കടവിൽ പൗലോസ് മാർ അത്താനാസ്യോസ്, കുറ്റിക്കാട്ടിൽ പൗലോസ് മാർ അത്താനാസ്യോസ്, വയലിപ്പറമ്പിൽ ഗിവർഗീസ് മാർ ഗ്രിഗോറിയോസ്, കല്ലുപുരയ്ക്കൽ ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് എന്നീ പുണ്യപിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മപ്പെരുന്നാളാണ് ജനുവരി 19 മുതൽ 26 വരെ ആചരിച്ചു വരുന്നത്. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ മുഖ്യകാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു വരുന്നു. സ്വീഡനിലെ ലെൻഡ് മിഷൻ സൊസൈറ്റിയുടെ പ്രതിനിധികൾ ജനുവരി 21-ാം തീയതി കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരി സന്ദർശിച്ചു. സെമിനാരി അധികൃതരും വിദ്യാർത്ഥികളും സംഘത്തെ സ്വീകരിച്ചു.
ഡോക്ടർ മുകുൾ കേശവനും അജോയ് ആശീർവാദും പാലിയേക്കരപ്പള്ളി സന്ദർശിച്ചു. പ്രശസ്ത ഗവേഷകനും ചരിത്ര പണ്ഡിതനുമായ ഡോക്ടർ മുകുൾ കേശവനും രാഷ്ട്രീയ നിരീക്ഷകനും എഡിറ്ററുമായ അജോയ് ആശീർവാദും ചരിത്രമുറങ്ങുന്ന പാലിയേക്കരപ്പള്ളി സന്ദർശിച്ചു. പള്ളിയുടെ ചരിത്രവും വാസ്തുവിദ്യയും മ്യൂറൽ ചിത്രങ്ങളുടെ സവിശേഷതയും വികാരി ഫാദർ വർഗീസ് മാത്യുവും അസിസ്റ്റന്റ് വികാരി ഫാദർ ടിജോ ജോർജ് തോമസും വിശദീകരിച്ചു. ഒരു ദേശത്തിൻ്റെ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നതിൽ ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങൾക്കും വാസ്തുകലയ്ക്കും നിർണായക പങ്കുണ്ടെന്ന് ഡോക്ടർ മുകുൾ കേശവൻ പറഞ്ഞു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം മത്തായി ടി വർഗീസ്, പ്രൊഫസർ അമിത് ഡേവിഡ്, പ്രൊഫസർ രാജീവ് അക്ലമൻ തുടങ്ങിയവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. പരിശുദ്ധ മാർത്തോമാശ്ലീഹായുടെ സിംഹാസനത്തെ അലങ്കരിച്ച 8-ാം മാർത്തോമായുടെ 209-ാമത് ഓർമ്മപ്പെരുന്നാൾ പരിശുദ്ധ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന പുത്തൻകാവ് മർത്തമറിയം ഓർത്തഡോക്സ് സുറിയാനി കത്തീഡ്രൽ ഭക്തിപുരസ്സരം ആചരിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിവന്യ പിതാക്കന്മാർ പ്രധാന കാർമ്മികത്വം വഹിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊൽക്കത്ത അമേരിക്കൻ ഭദ്രാസനങ്ങളിലെ സീനിയർ വൈദികനായിരുന്ന ഫാദർ PM ഫിലിപ്പോസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ചെമ്പൻമുഖം സെന്റ് ജോൺസ് ഇടവാംഗമാണ്. വന്യ അച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സഹോദരൻ ജീവകാരുണ്യ പദ്ധതിയുടെ സൗത്ത് സോൺ ഫിനാൻസ് കോർഡിനേറ്ററായി പരിശുദ്ധ കാതോലിക്ക ബാവ നിയമിച്ച ശ്രീ രഞ്ജു M. ജോയിക്കും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിശുദ്ധ സ്തേഫാനോസ് സഹദായുടെ നാമത്തിലുള്ള സെന്റ് സ്റ്റീഫൻസ് അവാർഡിന് അർഹനായ വന്യ അഡ്വക്കേറ്റ് തോമസ് പോൾ റമ്പാച്ചനും കുടശ്ശനാട് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ തീർത്ഥാടന കേന്ദ്രത്തിലെ പള്ളിഭാഗം യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നൽകപ്പെടുന്ന 11ാമത് യുവദീപ്തി പുരസ്കാരം ലഭിച്ച ഭാരത സർക്കാരിൻ്റെ സ്ത്രീകൾക്കുള്ള പരമോന്നത സിവിലിയൻ ബഹുമതിയായ നാരീശക്തി പുരസ്കാര ജേതാവും പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറും ജീവകാരുണ്യ മനുഷ്യാവകാശ പ്രവർത്തകയുമായ ഡോക്ടർ MS സുനിലിനും കാസർഗോഡ് ലാൻഡ് അസൈൻമെൻറ്റ് ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായ ശ്രീ വിനോദ് G. മുല്ലശ്ശേരിക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.